ശുശ്രൂഷമാരും ശ്രവണകീർത്തനം പാദചേരണം അർച്ചനാവന്ദനം ദാസ്യം സഖ്യാർച്ചനം എന്നിങ്ങനെയുള്ള ആരാധനകളോട് ചെയ്തത് നിൽക്കുന്നതാണ് പറഞ്ഞത്. ഈ കാശി ഗോകുല സുബ്രഹ്മണ്യ ഭദ്രയാസ്മല കാവേരി തിരുനെല്ലി കുംഭകോണ രാമേശ്വരം ചിദംബര ചെയ്താലും എന്നിങ്ങനെ 12 പുണ്യക്ഷേത്രങ്ങൾ ക്ഷേത്രാചാരങ്ങൾ നടത്തിപ്പോരുന്ന തൻ്റെ തിരുവേദിയുടെ തന്ത്രം കൊണ്ടും മന്ത്രം കൊണ്ടും ധ്യാനം കൊണ്ടും ജലഗന്ധ പുഷ്പവും പദോഗതിമീ ജാതികളെ കൊണ്ട് അമ്മയെ ചൈതന്യപ്പെടുത്തിക്കുന്ന അവസ്ഥയാണുള്ളത്. എന്താ വാർദ്ധക്യമായി പോയത് തിരുവേദി? അതിന് പരിഭവമുണ്ടോ പെൺമകളോട്? വാർദ്ധക്യമായതിൽ പെൺമകളോട് പരിഭവമുണ്ടോ? ഇല്ല. ഈ മതകരിയുടെ പാപ്പാന മർമ്മസൂത്രഗ്രാഹിയുണ്ടോ? അല്ലേ? എന്താ എല്ലാ അനുഭവങ്ങളും അറിയുന്ന ആൾക്കാരല്ലേ നീ? അല്ലേ? കേട്ടോ, ഇവിടെ കൈയെടുക്കുന്ന ആഹാരങ്ങളിലും അമ്മ തന്നെ രക്ഷികയായിട്ടുണ്ടാകൂട കേട്ടോ. കലികാലത്തിന്റെ കലിയാലേ കലികാലത്തിൽ ഇതാണ് വിഷമത. വേറെ ആൾക്കാരുണ്ടോ? ഇത് ഉപരിയായിട്ടുള്ള സമ്പത്തൊന്നല്ല, അമ്മയുടെ കരം കൊണ്ട് കളിപ്പിക്കില്ല കേട്ടോ. സൂക്ഷിച്ചാലും ഉപരിയായിട്ടുള്ള വഴി പാദത്തിന്റെ അനുഭവത്തിന് വാർദ്ധക്യത്തിന്റെ പെരുകയുണ്ടാവും കൂടെ കേട്ടോ. ഇതെന്റെ ഇളമാനം. അതുകൊണ്ടൊന്നും കരവെക്കാനല്ലേ അമ്മയുടെ കരം കൊണ്ട് കൽപ്പിക്കുന്ന. അറിയാലോ, ഇതുകൊണ്ട് എവിടെ എത്തൂല. ഇതുകൊണ്ട് സമ്പത്തൊന്നല്ല, ഇത് മാതാവിന്റെ കരം കൊണ്ട് കൽപ്പിക്കുന്ന കേട്ടോ. തിരുനാവരിയില്ല, ഇതുകൊണ്ടൊന്നും ദക്ഷിണ അറിയൊന്നുമില്ല. അറിയോ? ഞാമത്തിന് കൽപ്പിച്ചതാ. അതുകൊണ്ട് നമ്മൾ സന്തോഷമായി ചെയ്ത് പിന്നെ എന്താ ഈ പകരം കൊത്താഞ്ഞ ഒരായ ചേരുവോ? പൊന്മകൾ വേണ്ടേ? പൊന്മകൾ കൈയെടുത്തതിൽ വിഷമതയുണ്ടോ? പിന്നെന്താ ഈ നിനക്ക് എന്റെ കാര്യം അല്ലേ? മതകരിയുടെ മാപ്പാന മർമ്മസൂത്രഗ്രാഹി ഉണ്ടാവും അല്ലേ? ഇനിയും കൂടിയും അല്ലേ വിഷമിച്ചു പോയാൽ പൊന്മകളൊക്കെ കൈയെടുക്കും കേട്ടോ. ഏവരോട് തന്നെ നമ്മൾ പെൺമകൾ വിശേഷിച്ചത് കേട്ടോ. ഇനി അടുത്ത പങ്കിലെത്തിനാ പെൺമകളായിട്ട് കൂടിക്കാണാനുള്ള വഴികളുണ്ടാവും കേട്ടോ. ഏവരും കാലവും ജീവൻ നടത്തി പെൺമകളെ പ്രാർത്ഥന ചെയ്യാം കേട്ടോ. നമ്മുടെ കൈയെടുക്കുന്ന ആ കാര്യത്തില് കാലതാമസം കണ്ടാലോ ഹായ് പറയട്ടെ. കർത്താവ് ഈ കർത്താവിന്റെ ഒരു മൗര്യത അങ്ങനെ എന്താണോ ചാരിയ കഴവോ? ഇത് അന്യന്റെ കഴകത്ത് വന്ന പോലെ ഉണ്ടല്ലോ നീ. അങ്ങനെയാ വേണ്ടേ? അതെങ്ങനെയാ തോന്നിച്ച? അമ്മ പൊന്മകൾ വിശേഷിക്കുമ്പോ ഇങ്ങോട്ട് വിശേഷിക്കണ്ട. പൊന്മകൾക്ക് തോന്നുന്നതല്ലേ നിന്നോട് പൊന്മകൾ വിശേഷിക്കുന്നത്? അതങ്ങനെയാ. സന്തോഷമല്ലേ വേണ്ട അമ്മേന്റെ അടുത്ത് പൊന്മകളെടുത്ത് കൈയെടുക്കുമ്പോ? എപ്പോ ഒരു വിഷമതയുള്ളത് അതാണ്. പൈതങ്ങളുടെ സന്തോഷ പൊന്മകൾ അണിയുന്നു വിരിയുമ്പോ ദുഃഖത്തിൽ കൂടി വേണം. പൈതങ്ങളെ കണ്ണീരിലാഴ്ത്തിയിട്ട് അമ്മക്ക് എന്തിനാ സുഖം? ഈ വർഷത്തിൽ 3 ദിനം അമ്മക്ക് വേണ്ടി നിങ്ങൾ ത്യാഗം ചെയ്യുന്നുള്ളൂ. വർഷത്തിൽ എല്ലാ ദിനവും പൈതങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് പൊന്മകള്. അപ്പൊ സന്തോഷമല്ലേ വേണ്ടല്ലേ? അവിടെയാണ് നമ്മുടെ വിജയം അല്ലേ കർത്താവ്? ഇരിക്കേണ്ട സ്ഥാനം ചെയ്തുമായിട്ട് എവിടെ കൈയെടുക്കുന്ന ആ കാലങ്ങളിലും എന്റെ കർത്താക്കന്മാർ വിഷമതം കൂടാതെ കൊണ്ട് ജീവിച്ചു പോകായിരിക്കും. കാലതാമസം കൊണ്ടാണ് അമ്മ പൊന്മകൾ വിശേഷിച്ചത് വിഷമമുണ്ടാവരുത് കേട്ടോ. പൊന്മകൾക്ക് പൈതങ്ങളോട് വിശേഷിക്കണം. അമ്മ വളഞ്ഞ വാളുമായി ചെന്നാല് ശിരസ് കണ്ടിക്കുകയുള്ളൂ കേട്ടോ.
വന്നവർ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ വന്നു ചേരുന്നത് കേട്ടോ. പറയാം കേട്ടോ.